ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ഫാമിലി ക്രേസി വൈബ്സ് വിത്ത് സൂര്യ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ, അതായത് ക്രിസ്മസ് കുക്കിംഗ് സ്പെഷ്യൽ സീരീസിലെ ഫസ്റ്റ് ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഒരു ഐറ്റം നിങ്ങൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ എന്താ, പല നാട്ടിലും ചിലപ്പോൾ പല പേരിലായിരിക്കും ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ പറയുന്നത് പതപ്പെന്നാണ് കേട്ടോ. അതായത് ചിലയിടത്ത് പതിരെന്നൊക്കെ പറയും, ഇവിടെ അതിന് പതപ്പ എന്നാണ് പറയുന്നത്. പതപ്പ് ഫ്രൈ എന്നൊക്കെ പറയും, അല്ലെ റോസ്റ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് എല്ലാവരുടെയും വീട്ടിൽ ഈ ബീഫ്, മട്ടന്, പോർക്ക് ഇതൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഐറ്റമാണല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയുള്ള ഐറ്റംസ് ഫസ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ചെയ്യുന്നത് പതപ്പ് റോസ്റ്റാണ്. ഭയങ്കര യമ്മി ആൻഡ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിഗിനറിന് പോലും ഈ തവണത്തെ ക്രിസ്മസിന് ഭയങ്കര ഈസിലി ഉണ്ടാക്കാൻ പറ്റുന്ന യമ്മി ആയിട്ടുള്ളൊരു ഡിഷാണ് പതപ്പ് ഫ്രൈ. ചിലർക്ക് ഇഷ്ടമല്ല, എന്നാൽ എനിക്ക് തോന്നുന്നു ഒട്ടുമുക്ക ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലും ഇതൊക്കെ ഭയങ്കര സ്പെഷ്യൽ ഐറ്റമാണ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിൻ്റെ റെസിപ്പി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് പതപ്പ് കഷ്ണങ്ങളാക്കി നന്നായിട്ടൊക്കെ വാഷ് ചെയ്ത് കഴുകിയിട്ട് ഒന്നും കൂടെ അത് കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ബ്ലാക്ക് പെപ്പർ ഇതുപോലെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പരിപാടീസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഞാനിവിടെ ഫസ്റ്റ് നല്ലൊരു വലിയ കടായി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ലതായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അല്ല, ആട്ടിയ വെളിച്ചെണ്ണയിലൊക്കെ ആണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇനി നമുക്കതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, നല്ല എരിവുള്ള പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത്, അതല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഇടിച്ചെടുത്തതോ ഒക്കെ ആയാലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. ആ സമയത്തേക്ക് നമുക്ക് ഒരു 2 സവോള കട്ട് ചെയ്തത്, ഞാൻ കുറച്ച് ഒരു മീഡിയം സൈസ് രീതിയിലാണ് ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തത്, അതിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് വഴണ്ട് നമ്മൾ ചിക്കൻ കറിക്കൊക്കെ ഉള്ളി വഴറ്റത്തില്ലേ, ആ രീതിയിൽ വേണ്ട കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഈ ഒരു നമ്മുടെ പതപ്പ് ഫ്രൈയിൽ അല്ലെങ്കിൽ റോസ്റ്റിൽ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ബ്ലാക്ക് പെപ്പറും കറി ലീഫും അതുപോലെ തന്നെ ഇതിനകത്ത് ചേർക്കുന്ന സ്പൈസസും ആണ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് ഞാൻ 2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2-3 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാനൊരു ചെറിയ ടിപ്പും കൂടെ പറഞ്ഞു തരുന്നുണ്ട്. ചിലർക്ക് ഈ പതപ്പിൻ്റെ ഫ്രൈ അല്ലെങ്കിൽ റോസ്റ്റ് ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പം ആ ഇറച്ചിയിലുള്ള ഒരു മീറ്റിലുള്ളൊരു മണം ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് എല്ലാ വീട്ടമ്മമാർക്കും, അതല്ലെങ്കിൽ എന്നെപ്പോലുള്ള ബിഗിനേഴ്സിനോടും എല്ലാവരോടുമാണ് കേട്ടോ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു പിഞ്ച് ഓഫ് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുമ്പോൾ നമ്മുടെ എൻ്റയർ മസാലയിൽ അങ്ങനെ ഒരു ബ്ലഡി ഒരു ഫ്ലേവർ വരത്തില്ല. ചിലർക്ക് അത് ഇഷ്ടമല്ല. അങ്ങനെയുള്ള ആൾക്കാർ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ആ നല്ല ഒരു സ്മെല്ല്, അല്ലെങ്കിൽ അത് വാഷ് ചെയ്യുമ്പോൾ തന്നെ കംപ്ലീറ്റ്ലി പോകും. പക്ഷെ എന്നാലും ചിലർക്ക് എത്ര വാഷ് ചെയ്താലും മതിയാവില്ല, അതല്ലെങ്കിൽ എത്ര മസാല ചേർത്താലും കറക്റ്റ് അത് ഓക്കെ ആവില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചതും കുറച്ച് ഗരം മസാല, പിന്നെ വന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ എക്സ്ട്രാ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് മീറ്റ് മസാല, അതല്ലെങ്കിൽ മീറ്റ് മസാലയുടെ പിന്നെ ഫ്രൈ ആയിട്ട് നമുക്ക് ഫ്രൈ മസാല വാങ്ങാൻ കിട്ടും, അതായാലും ചേർത്താൽ മതി. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പതപ്പിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് ഇട്ട് കൊടുത്ത് ഈ മസാലയിലിട്ട് എല്ലായിടത്തും ഒന്ന് മാരിനേഷൻ നടക്കത്തക്ക രീതിയിൽ ഒന്ന് അടിച്ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബ്ലാക്ക് പെപ്പർ ഒരു സ്വല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. അതുപോലെ തന്നെ കറി ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്താണ് എടുക്കേണ്ടത്. ഒരു 1/2 അവർ അല്ലെങ്കിൽ 20-25 മിനിറ്റ്സ് ഒക്കെ സ്ലോ കുക്ക് ചെയ്യുമ്പോഴാണ് ഇതിന് ഒരു ഡാർക്ക് കളർ, അല്ലെങ്കിൽ ഒരു നല്ല കറുത്തൊരു കളറിലേക്ക് വരിക. പിന്നെ ബ്ലാക്ക് പെപ്പർ ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു മസാലയ്ക്ക് ആ ഒരു കളർ തന്നെ കിട്ടും. നമ്മൾ സമയമെടുത്ത് കുറേശ്ശെയായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, ഓയിൽ ഒഴിച്ച് അതിലേക്ക് തന്നെ വീണ്ടും കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഉപ്പ് ഈ സമയത്ത് നോക്കാം. ഓൾറെഡി എല്ലാ ഐറ്റംസും കുക്ക്ഡാണ്, അപ്പോൾ ഉപ്പ് നോക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കുറച്ച് മസാല ഒന്ന് എടുത്ത് നോക്കുക. ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം.
അതിനുശേഷം വീണ്ടും നമ്മൾ സ്ലോ കുക്ക് ചെയ്തെടുക്കുക. അടച്ചു വെക്കണമെന്ന് നിർബന്ധമില്ല, തുറന്ന് തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതിയാവും. ഈർപ്പം കംപ്ലീറ്റ് പോയി നല്ല ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ കളറൊന്നും മാറിയതായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലിപ്പിൽ നിന്ന് സെക്കൻഡ് ക്ലിപ്പിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ചും കൂടെ ബ്ലാക്ക് പെപ്പർ പൊടിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം നമ്മൾ ഇതുപോലെ ലിവറിൻ്റെ റോസ്റ്റ് ഉണ്ടാക്കുവാണെങ്കിലും അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പതപ്പൊക്കെ ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിലും ചെയ്യേണ്ടത്. ഇനി വീണ്ടും ഞാൻ കറി ലീഫ് ഇടുന്നുണ്ട്. കറി ലീഫും പെപ്പറിൻ്റെ പൗഡറും മസ്റ്റ് ഐറ്റമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന ആ ഒരു പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ സ്വല്പം കായപ്പൊടി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഭയങ്കര ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് മസാലക്കൂട്ടാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ഈ ക്രിസ്മസ് എന്തായാലും പൊളിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും വരുന്ന വീഡിയോസിലൊക്കെ പല ഐറ്റംസും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വീഡിയോസായിട്ട് പറ്റുന്ന പോലെയൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് ഇതിൻ്റെ കളർ ഇപ്പോൾ വീണ്ടും ചേഞ്ച് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ എൻ്റെ വീട്ടിൽ ഒത്തിരി അങ്ങ് റോസ്റ്റ് എന്ന് പറയുമ്പം ഒത്തിരി ഈ പറയുന്ന പോലെ ഗ്രേവി ഇല്ലാതിരിക്കുന്നത് ഇഷ്ടമല്ല വീട്ടിൽ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് ഒരിച്ചിരി മയമുള്ള രീതിയിലാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പം നമുക്ക് കുറച്ചും കൂടെ ഈ ഗ്രേവിയുടെ കളറ് അല്ലെങ്കിൽ നമ്മുടെ പതപ്പിൻ്റെ കളറ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറച്ചുകൂടെ ഡാർക്കായിട്ടുണ്ട്. ഇനി ഇത് ഡാർക്കായിട്ട് നല്ല ഹാർഡായിട്ടൊക്കെ വേണം ചിലർക്ക്. ഒന്നുമില്ല, 2-3 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും സ്ലോ കുക്ക് ചെയ്തെടുക്കുക. 50 to 20 മിനിറ്റ്സ് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കുമ്പോഴാണ് ആ ഒരു ഡാർക്കായിട്ടുള്ള രീതിയിൽ ഒന്നേ മുട്ടാത്ത രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയൊക്കെ ഇവിടെ മതിയാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ എടുത്തത്. സോ ഞാൻ ഇങ്ങനെ തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതാണ് ഞങ്ങൾ വീട്ടിൽ എടുത്തൊരു ലാസ്റ്റ് പരുവം എന്ന് പറഞ്ഞാൽ. ഇതിലും ഡാർക്ക് ആക്കാം കേട്ടോ. കുറച്ചും കൂടെ പെപ്പറും അതുപോലെ തന്നെ 2-3 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഒതൻറ്റിക് ടേസ്റ്റിൽ നല്ല ഡാർക്കായിട്ട് കിട്ടും. ഞങ്ങൾ മേതെ കുറച്ച് ഇതിൻ്റെ മണ്ടയിൽ കുറച്ച് ഓണിയൻ സ്ലൈസ് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തു. വേണമെങ്കിൽ കുറച്ച് കറി ലീവ്സും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ തന്നെ സെർവ് ചെയ്ത് കഴിക്കാം. ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതിൻ്റെ കൂടെ നല്ല ചൂട് നൈസ് നല്ല അടിച്ച പൊറോട്ടയൊക്കെ കിട്ടുവാണെങ്കിൽ ഇതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി അങ്ങോട്ട് കഴിക്കണം. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കോമ്പിനേഷൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് എല്ലാവരുടെയും വീട്ടിൽ സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ട് എല്ലാ മനുഷ്യരും സ്നേഹത്തോടൊക്കെ ഒത്തിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്പെഷ്യൽ ഐറ്റം വരുന്നതായിരിക്കും. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. സോ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ. ബൈ, ടേക്ക് കെയർ.